عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله على محمد وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من يشفع شفاعة حسنة يكن له نصيب منها ومن يشفع شفاعة سيئة يكن له كفل منها وكان الله على كل شيء مقيتا. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു പ്രസംഗത്തിന് വേണ്ടി നിന്നല്ല, ഇതിന് മുമ്പത്തെ ഒരാഴ്ച ഞാൻ എടുക്കേണ്ട ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റമദാനിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു റമദാൻ പ്രഭാഷണത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയുമാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ ഗൗരവപൂർവ്വം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനു വേണ്ടി ഏതാനും മിനിറ്റുകൾ നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരാളൊരു സംശയമായിട്ട് ഒരു പണ്ഡിതനോടൊരു സംശയം ചോദിച്ചതാണ്. ഞാനൊരു ഫാത്തിഹയെ ഒരു യാസീനൊക്കെ ഓതിയിട്ട് അത് റസൂലുള്ളാഹിൻ്റെ പേരിൽ ഹദിയ കൊടുത്താലോ എന്നൊരു സംശയം. അങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ ചെയ്യലുണ്ട്. ഫാത്തിഹ ഓതി അല്ലെങ്കിൽ യാസീൻ ഓതിയിട്ട് ഉമ്മാൻ്റെ പേരിൽ, മരിച്ച വാപ്പാൻ്റെ പേരിലൊക്കെ ഹദിയ കൊടുക്കും. ഹദിയ എന്ന് പറഞ്ഞാൽ ദാനം. നമ്മൾ ചെയ്തൊരു അമല് അവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി നമ്മൾ കൊടുക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു സമ്പ്രദായം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളായിട്ട് ഇപ്പം അത് നബിക്കൊരു ഹദിയ കൊടുക്കേണ്ട കാര്യമില്ല, റസൂലുള്ളാഹിക്ക് നമ്മളൊരു ഹദിയ വേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ, ലോകത്തൊരു മുസ്ലിം എന്തൊരു നന്മ ചെയ്താലും അതിൽ നിന്നൊരു പ്രതിഫലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കും. ഒരു ഖുർആൻ്റെ ആയത്ത് ഓതിയാൽ, അല്ലെങ്കിൽ ഒരു ദിക്ർ ചൊല്ലിയാൽ, അല്ലെങ്കിൽ ഒരു ബിസ്മി ചൊല്ലിയാൽ, ഒരു വെള്ളം കുടിക്കുമ്പോൾ ഒരു അൽഹംദുലില്ലാഹ് എന്ന് കഴിവ് പറഞ്ഞാലും അതിനൊരു കൂലി റസൂലുള്ളാഹിക്ക് കിട്ടുന്നതാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, നിങ്ങൾ ലോകാവസാനം വരെയുള്ള ഒരു മുസ്ലിം എന്ത് പ്രവർത്തി ചെയ്താലും അതിനൊരു ഒരു പ്രതിഫലം കിട്ടുക എന്നുള്ളത് എത്ര വലിയ ഒരു സംഗതിയാണ്. ഇതൊരു വലിയ ആശയാണ്. ഞാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തു നിസായിലെ 85-ാമത്തെ ആയത്ത് ഇടയ്ക്ക് നമ്മളെ മനസ്സിൽ വേണ്ട ഒരു ആയത്താണ്. അതായത് മൻ യശ്ഫഅ ശഫാഅത്തൻ ഹസന. ഇവിടെ ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശുപാർശ എന്ന് പറയും. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു നന്മ ചെയ്യാൻ നമ്മൾ കൂടിക്കൊടുക്കുക. നന്മ ചെയ്യൽ മാത്രമല്ല, ഒരു നന്മക്ക് നമ്മൾ കൂടിക്കൊടുക്കുക. ആ നന്മക്ക് നമ്മൾ കൂടിക്കൊടുത്താൽ യകുൻ ലഹു നസീബു മിൻഹ, അതിന് ഒരു പങ്ക് അവന് കിട്ടുന്നതാണ്. എന്ത് നല്ല കാര്യത്തിനോടും നമ്മളൊന്ന് ഒരു മനസ്സുകൊണ്ടെങ്കിലും നമ്മളൊരു സഹകരണം പ്രഖ്യാപിച്ചാൽ നമുക്കതിനൊരു വിഹിതം കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും നിസ്കരിക്കുന്നു, നോമ്പൊൽക്കുന്നു, ക്ലാസ് കേൾക്കുന്നു. നിങ്ങളിപ്പോൾ ക്ലാസ് കേട്ടില്ലേ? ഈ ക്ലാസ് സംഘടിപ്പിച്ച ആൾക്കാരുണ്ടാവുമല്ലോ. ഈ ക്ലാസ് നടക്കാൻ വേണ്ടി ഇതിലേക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്ത ആൾക്കാരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. നമ്മൾ എന്താണോ ഒരു നന്മക്ക് അനുകൂലമായി ചെയ്തത് അതിൻ്റെ ഒരു പങ്ക് നമുക്ക് കിട്ടും. തിരിച്ചുണ്ട്, വമൻ യശ്ഫഅ ശഫാഅത്തൻ സയ്യിഅ, ഒരു ചീത്ത കാര്യത്തോട് ഒരാൾ സഹകരിച്ചു കൊടുത്താൽ യകുൻ ലഹു കിഫ്ലുൻ മിൻഹ, അതിനൊരു വിഹിതം അവനും കിട്ടുന്നതാണ്. വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത, എല്ലാ കാര്യങ്ങളും അല്ലാഹ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എത്രമാത്രം ഒരു കാര്യത്തോട് സഹകരിച്ചു, എത്ര സംഖ്യ നമ്മൾ കൊടുത്തു, നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് അള്ളാഹു നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. ഞാൻ വിശാലമായി പറയല്ല, നമ്മളെല്ലാവരും ആലോചിക്കണം. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പെരിന്തൽമണ്ണ പരിസരങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ തൗഹീദ്, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ്റെ പഠനം ഇത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ് നമ്മളെല്ലാവരും. വളരെ വലിയ ത്യാഗങ്ങൾ അതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടിയൊക്കെ ഒരു ആദ്യഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ വളരെയധികം മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകളുണ്ട്. ശാരീരികമായി കുറച്ചൊരു വിഷമമുള്ള ഒരാൾ സ്ഥിരമായി പള്ളിയിൽ വന്നിരുന്നത് മുമ്പൊരു സമയത്ത് എനിക്ക് ഓർമ്മ. അപ്പം അദ്ദേഹം പള്ളിയിൽ വരുമ്പോൾ അതിന് ചില ബുദ്ധിമുട്ടുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു രോഗത്തിൻ്റെ ഫലമായി ഉണ്ടായ ഒരു സർജറി കാരണം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ്. എന്നാലും അദ്ദേഹം ജുമാക്ക് വരും. ജുമാ കഴിഞ്ഞാൽ നമ്മളെ കണ്ട് സംസാരിച്ചിട്ട് അദ്ദേഹം പോവുള്ളൂ. അപ്പം അദ്ദേഹം എന്താണ് സംസാരിക്കാറുള്ളതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അത്രയും വലിയ അന്ധവിശ്വാസങ്ങളും അവിടെ അദ്ദേഹത്തിനെതിരെ അത്രയും ശക്തമായ എതിർപ്പുകളും പ്രശ്നങ്ങളും ആ പള്ളി കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിനെ എങ്ങനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാം, നാട്ടിൽ എങ്ങനെ നിലനിൽക്കാം എന്നതിന് ഇവിടെ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് എല്ലാ വെള്ളിയാഴ്ചയും വന്നിട്ട് അദ്ദേഹം സംസാരിച്ചു പോകുന്നത്.
അപ്പോൾ ഇന്നിപ്പോൾ ആ നാട്ടിൽ പള്ളി വന്നു, എല്ലാ സൗകര്യങ്ങളുമായി, മദ്രസയായി, ലേണിംഗ് ക്ലാസ്സായി. അന്ന് ആ തുടക്ക സമയത്ത് യഥാർത്ഥത്തിൽ ഞാനൊരു മുജാഹിദാണെന്ന് പറയാൻ ആ നാട്ടിൽ അദ്ദേഹമേ തയ്യാറായിട്ട്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറുകളെ വിശാലമാക്കി കൊടുക്കട്ടെ, അദ്ദേഹം മരണപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു നന്മ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ ഒരു മനസ്സ് പറയണത് അത് അദ്ദേഹത്തിൻ്റെ ഒരു പങ്കയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഇനിയും ഈ ഒരു നല്ല നന്മകളോട് നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോകണം. ഈ ക്ലാസ് നമ്മൾ കുറച്ച് പേടിയിലാണ് ഇവിടെ ഈ ഷിഫയിലേക്ക് മാറ്റിയത്. പക്ഷെ എന്നാലും നിങ്ങളിലൊക്കെയുള്ള വിശ്വാസം, നിങ്ങളെല്ലാവരും വിളിക്കും, വരും. ഇന്നലെയൊക്കെ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിട്ട് ഇന്ന് രാവിലെ കടന്നുറങ്ങി പക്ഷേ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു 11 മണി വരെയൊക്കെ ഉറങ്ങിപ്പോകും. ആ സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ കുട്ടികളൊക്കെ ഒരുമിച്ച് കൂട്ടി ഇങ്ങോട്ടേക്ക് പോരാൻ നമ്മൾ മനസ്സ് വെച്ച് പോകുന്നതാണ്. അതുകൊണ്ട് നല്ലത് ചെയ്യുന്നതോടൊപ്പം നന്മയോടൊപ്പം ഉണ്ടാവാൻ നമ്മൾ പരിശ്രമിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു അവസാനത്തെ ഞായറാഴ്ച എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തൊരു കാര്യം, നമ്മൾക്ക് ഉപകാരപ്പെടുന്ന ഒട്ടേറെ സംരംഭങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിലൊരു പ്രധാന കാര്യമാണ്, ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഫൈസലിൻ്റെ മോനാണ്, എത്രയോ 100 മടങ്ങ് നമ്മൾ അധ്വാനിച്ചാലേ നമുക്ക് ആ ഹിഫ്ള് നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നേരത്തെ ഒരു കുട്ടി, നിങ്ങൾ 5 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 8 വയസ്സാകുമ്പോൾ 10 വയസ്സാകുമ്പോൾ ഒരു കുട്ടിനെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കും. ഒരു എടത്തനാട്ടെ ദാറുൽ ഖുർആൻ അല്ലെങ്കിൽ ജാമിയിലെ അവിടുത്തെ ഖുർആൻ ഹിഫ്ളിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ദാറുൽ അവിടെ കൊണ്ടുപോയി നമ്മൾ. ഇപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ കേരളത്തിൽ എവിടെ ഇല്ലാത്തൊരു സംരംഭമാണ് നമ്മുടെ സംരംഭം തന്നെ. രാവിലെ 6 മണിക്ക് കുട്ടിനെ എത്തിക്കും, വൈകുന്നേരം. നമ്മുടെ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പേരക്കുട്ടിക്ക് അവനൊരു ഹാഫിലായി കാണണമെന്ന് ആഗ്രഹിക്കാത്ത, ഖുർആനെ സ്നേഹിക്കുന്ന ആരാ ഉണ്ടാവുക? ഇപ്പം പെൺകുട്ടികൾക്ക് ഹിഫ്ളില്ലാത്ത പരാതി ധാരാളം സഹോദരിമാർ പറയാറുണ്ട്. അപ്പോൾ അതൊരു വലിയ സംരംഭമാണ്. അത് വലിയൊരു സംരംഭമായിട്ട് നമ്മൾ നടത്തി, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് അതിന് മെസ്സുണ്ട്, എല്ലാ സൗകര്യങ്ങളോടും കൂടെയാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഇപ്പോൾ ഒരു 4-5 കുട്ടികൾക്ക് പുതിയതായിട്ട് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കണം, നമ്മളൊരു കുട്ടി അവിടെ പഠിക്കണം, ഹാഫിലാണ്. നിങ്ങളുടെ സ്കൂളിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കുട്ടിയുടെ സ്കൂൾ ഏറ്റവും നന്നായി സ്കൂളിൻ്റെ കണ്ടന്റ് അവിടെ കൊടുക്കും. പിന്നെ ഒരു 3-ാം ക്ലാസ്സൊക്കെ 4-ാം ക്ലാസ്സൊക്കെ 5-ാം ക്ലാസ്സൊക്കെ എത്തുമ്പോൾ കുട്ടി സ്കൂളിൽ പോയാൽ അവൻ മറ്റു കുട്ടികളെക്കാളും മേലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഹിഫ്ളുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അവസ്ഥയും കൂടി ഉണ്ടാവും. അത് നമ്മൾ രക്ഷിതാക്കൾ കൂടി തീരുമാനിച്ച് നമുക്ക് പറ്റും. അതേപോലെ നമ്മൾ വ്യത്യസ്തമായി നടത്തുന്ന ഒരു സംരംഭമാണ് നമ്മുടെ കോളേജ്. അതായത് SLC കഴിഞ്ഞ പെൺകുട്ടികൾക്കുള്ള +2. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു +2 സ്കൂളിലേക്കൊക്കെ ഒരു കുട്ടീനെ പറഞ്ഞാൽ കുറച്ചൊരു കുട്ടിനോട് സ്നേഹമുള്ള രക്ഷിതാക്കൊക്കെ ഭയങ്കര ബേജാറാണ്. കാരണം ഒരു സ്കൂളിൻ്റെ മുന്നിൽ കൂടി നടന്നു പോകുമ്പോൾ അറിയാം നമുക്ക് അതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന്. നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു പേടിയില്ലാതെ സുരക്ഷിതമായി പഠിക്കാൻ അതിനുവേണ്ടി നമ്മളൊരു കെട്ടിടമുണ്ടാക്കിയാണ് നമ്മുടെ അറബിക് അക്കാദമി എന്ന് പറഞ്ഞാൽ. അപ്പോൾ പള്ളിയോട് ചേർന്നിട്ട് തന്നെയാണ് എല്ലാ കോളേജിൻ്റെ അന്തരീക്ഷങ്ങളോടും കൂടിയുള്ളത്. +2, +1, +2 ക്ലാസ്സുകൾക്ക്. SSLC കഴിഞ്ഞ പെൺകുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, നിങ്ങളൊരു സയൻസ് ഗ്രൂപ്പിനൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, ഒരു ഹ്യൂമാനിറ്റീസൊക്കെ പഠിച്ച് അല്ലെങ്കിൽ കുട്ടിക്കൊരു ദീനിയായൊരു വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചേർക്കാം. നമ്മളൊരു ഡിപ്ലോമ കോഴ്സ്, ഒരു ദീനിയായിട്ടുള്ള ഒരു മോറൽ ഡിപ്ലോമ കോഴ്സും കൂടി, ഇസ്ലാമിക് ഡിപ്ലോമ കോഴ്സും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളത്. അപ്പോൾ +2 കഴിയുമ്പോഴേക്കും അടിസ്ഥാനപരമായ ഇസ്ലാമിക വിവരങ്ങൾ ആ കുട്ടികൾക്ക് ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ബാച്ചുകൾ ഇപ്പോൾ അവിടുന്ന് കഴിഞ്ഞു. 5 വർഷം ഡിഗ്രി കഴിഞ്ഞ് നല്ല മറ്റു കോളേജിൽ നിന്നൊക്കെ ഇറങ്ങുന്നതിനേക്കാളും നിലവാരത്തോടു കൂടെ നമ്മുടെ കുട്ടികൾ ഇറങ്ങി. അവർ പല മദ്രസകളിലും ടീച്ചേഴ്സാണ്. അതേപോലെ തന്നെ പല രംഗത്തും ആ കുട്ടികൾ ഈ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ, നിങ്ങളുടെ അയൽപക്കത്തുള്ള കുട്ടികളെ, നിങ്ങളുടെ നാട്ടിലുള്ള കുട്ടികളെ, ഒരു കുട്ടിനെ നിങ്ങൾ എത്തിക്കും എന്ന് തീരുമാനിച്ചാൽ അത് നമുക്ക് പിന്നെ ഇതിനു വേണ്ടി പരിശ്രമിക്കേണ്ട. ഒരു 10-20 കുട്ടികളെ നമുക്ക് ഈ ഒരു വർഷം അതിൽ പൂർത്തിയായി കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പിന്നെ ആ കോളേജ് നിലനിന്ന് പോയിക്കോളും. ആ സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകാൻ വളരെ അനിവാര്യമാണ്. കുട്ടികൾക്ക് പൊതുവെ ഒരു മടി ഉണ്ടാവും. കുട്ടികൾക്ക് ഇപ്പോൾ ഈ ആൺകുട്ടികളുടെ കുട്ടികളൊക്കെ പഠിക്കണം, അവരുടെ സ്വാതന്ത്ര്യപ്രകാരം ജീവിക്കാൻ പറ്റിയ സ്ഥാപനങ്ങളാണ് അവരിഷ്ടപ്പെടുക. നമ്മളൊക്കെ അവർക്കൊന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്താൽ അവർ തയ്യാറാകുമെന്നാണ്. അപ്പോൾ നമ്മുടെ കോളേജ് 2 വർഷം +1, +2, അത് കഴിഞ്ഞാൽ ഡിഗ്രി BA അറബിക്ക് ഉണ്ട്. നമ്മൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA അറബിക് കോഴ്സാണ് ഡിഗ്രി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഡിഗ്രിക്ക് ചേരാം. SLC കഴിഞ്ഞ കുട്ടികൾക്ക് +1നും ചേരാൻ പറ്റും. ഇനി +1, +2 അവിടെ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നെ ഡിഗ്രിക്ക് വേണമെങ്കിൽ പുറത്ത് പോകണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പറ്റും. അതൊന്ന് ആലോചിക്കാം. പിന്നെ നമ്മുടെ മദ്രസയാണ്. നമ്മൾ മദ്രസ പലർക്കും അറിയില്ല. നമ്മുടെ മദ്രസ സംവിധാനത്തിനും ഒരു പ്രത്യേകത ഉണ്ട്. കാരണം വെച്ചാൽ ശനി ഞായറും മദ്രസ ഒഴിവാണ്. പൊതുവേ കുട്ടികൾക്ക് എങ്ങനെയൊക്കെ പോകണമെങ്കിലോ ഒക്കെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ശനി ഞായർ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശനി ഞായർ ഒഴിവാണ്. ബാക്കിയുള്ള 5 ദിവസങ്ങളിൽ വൈകുന്നേരം
വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ, 4:45 മുതൽ 6 മണി വരെയും ടൈം. അപ്പോൾ നല്ല അധ്യാപകന്മാരെ വെച്ച് നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ സിലബസ് പൂർണ്ണമായും പിൻപറ്റിക്കൊണ്ട് ഏകദേശം 300-ന് താഴെ 200-ലധികം കുട്ടികൾ പഠിക്കുന്ന മദ്രസ ഉണ്ട്. ഞാൻ മദ്രസ പോയിട്ട് തന്നെ കുട്ടികൾ പഠിക്കണം. ഓൺലൈനിൽ മദ്രസ പഠിക്കുന്ന ആൾക്കാരാണ്. ഞാൻ തെറ്റാണ് പറഞ്ഞത്. ഓൺലൈനിൽ പഠിക്കുമ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട്. നമ്മൾ മദ്രസയിൽ വന്ന് അവിടുത്തെ പരിപാടികളിലും അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ കൂടെയൊക്കെ ചേർന്ന് പഠിക്കുമ്പോൾ അത് വേറൊരു തെർബിയത്ത് അതുകൊണ്ട് കിട്ടും. അതുകൊണ്ട് മദ്രസൻ്റെ കാര്യം നമ്മൾ ജൂൺ മുതൽ അതിൻ്റെ അഡ്മിഷൻ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളുടെ കുട്ടികളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയണത്. നമ്മൾ മദ്രസ ഒരു കുട്ടിക്ക് കിട്ടിയാൽ ആ കുട്ടി ഒരു നല്ല മുവഹിദായി ജീവിച്ച് പോയിക്കോളും. അപ്പോൾ നമ്മൾ മദ്രസ എന്ന് പറയുമ്പോൾ എല്ലാവരും ചേർക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അതേമാതിരി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പെരിന്തൽമണ്ണയിലെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേണിംഗ് ക്ലാസ്. ഇന്നിപ്പോൾ എല്ലാ പ്രദേശത്തും ലേണിംഗ് ക്ലാസ് ഉണ്ട്, ഈദ്ഗാഹ് ഉണ്ട്, ജുമ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി പെരിന്തൽമണ്ണയിലെ ദീനീ പ്രവർത്തനത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളി വരുന്നതിന് മുമ്പ് തുടങ്ങിയതാണ് ലേണിംഗ് ക്ലാസ്. അപ്പോൾ ആ ലേണിംഗ് ക്ലാസ് എല്ലാ വ്യാഴാഴ്ചയും 10-20 വർഷത്തിലേറെയായി നടന്നു വരുന്നുണ്ട്. ഇനിയും നമുക്ക് വലിയ 5 സൂറത്തുകൾ പഠിപ്പിക്കാനുണ്ട്. ഇപ്പോൾ മായിദയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിന് ശേഷം നിസാ, ആലുംഖുർആൻ, അതേപോലെ തന്നെ ബക്കറ, ഈ സൂറത്തുകൾ ഇനിയും പഠിപ്പിക്കാനുള്ളതാണ്. ഇമാം നാസിർ സഅദിൻ്റെ തഫ്സീറിനെ പൂർണ്ണമായും അവലംബിച്ചുകൊണ്ട് നടക്കുന്ന ക്ലാസ്സാണ്. റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭിക്കുന്നുണ്ട്. നമ്മൾ ക്ലാസ്സിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാനും അത് ബന്ധപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. നമ്മുടെ പള്ളിയിലെ ഖുതുബകൾ നമ്മൾ പൊതുവേ പുതിയ ആളുകൾ നമ്മളിലേക്ക് വരുന്നത് പള്ളിയിലൂടെയാണ്. ഈ റമദാനക്കൊക്കെ ധാരാളക്കണക്കിന് ആളുകൾ നമ്മുടെ ഇഫ്താറിനും അതേപോലെ തന്നെ ജുമാക്കും ഏകദേശം 5 ഫ്ലോറും ഫുള്ളാകത്തക്ക വിധത്തിൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾ നമുക്കാർക്കും പരിചയം തന്നെ ഇല്ലാത്ത ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ അവരെയൊക്കെ ജുമയുമായി ബന്ധപ്പെടുത്താൻ നമ്മൾ പരിശ്രമിച്ചാൽ നടക്കും. വെറുതെ പോരുമ്പോൾ ഒരാളെ കൂട്ടി വന്നാൽ നമ്മളെല്ലാ പള്ളികളിലും, അങ്ങാടിപ്പുറത്ത് പള്ളിയുണ്ട്, അതേപോലെ തന്നെ കുന്നപ്പള്ളിയിലുണ്ട്, എരവിമംഗലത്തുണ്ട്, പിന്നെ എല്ലാ പുത്തനങ്ങാടിയിലുണ്ട്. ഇപ്പോൾ കൊളത്തൂർ പുതിയതായി പള്ളിയുടെ നിർമ്മാണം കഴിഞ്ഞ് റമദാനോടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചാത്തനല്ലൂർ പുതിയൊരു പള്ളിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ സ്ഥലം എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതേപോലെ തന്നെ വലമ്പൂർ ഒരു പള്ളി പിന്നെ പില്ലറുകൾ പൊന്തി കഴിഞ്ഞു. കാര്യവട്ടത്തെ പള്ളി ഏകദേശം റമദാനൊക്കെ പൂർത്തിയാവും നമ്മൾ വിചാരിച്ചാണ്. ചെറിയൊരു താമസമുണ്ട്. ഇൻഷാ അല്ലാഹ് അതും സജീവമായിട്ട് അവിടെ വരും. എല്ലാ പ്രദേശങ്ങളിലും ആളുകൾക്ക് ജുമാക്കും ജമാഅത്തുള്ള സൗകര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളുടെ നാടുകളിലുള്ള സൗകര്യങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. ഈ സംരംഭങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിയാനും അത് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഒന്നും കൂടെ നമ്മൾ ആഞ്ഞു പിടിച്ചാൽ ഒരു വലിയ മാറ്റം ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ഞാൻ ആ വളർച്ചയെക്കുറിച്ച് ഞാൻ പറയുകയാണ്. നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഈദ്ഗാഹ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പേടിച്ചിരുന്നു. കാരണം ഇവിടെ ഒരു ഈദ്ഗാഹ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈദ്ഗാഹ് വെച്ചാൽ എന്താവും എന്ന് നമ്മൾ ഭയപ്പെട്ടു. പക്ഷെ നമ്മൾ ഈദ്ഗാഹ് തുടങ്ങി. നമുക്കറിയാം അന്ന് ഈദ്ഗാഹിന് വന്നതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ ഓരോ വർഷവും നമുക്ക് വർദ്ധിച്ചു വന്നു. പക്ഷെ എന്നാൽ അതേ സമയത്ത് അന്ന് എവിടെ ഈദ്ഗാഹില്ല. എന്നാൽ അതിനുശേഷം എല്ലായിടത്തും പിന്നെ വലമ്പൂര് അതേപോലെ തന്നെ അങ്ങാടിപ്പുറം എവിടെയൊക്കെ പള്ളിയുണ്ടോ അവിടെയൊക്കെ ഈദ്ഗാഹ് വന്നു. അവിടെയൊക്കെ ഈദ്ഗാഹ് വന്നിട്ടും നമ്മുടെ പെരിന്തൽമണ്ണയിൽ ഈദ്ഗാഹിൽ മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് യാതൊരു കുറവും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ആലോചിക്കേണ്ടത് ആളുകൾ അത്രമാത്രം നമ്മുടെ ഈ ദീനിനോടും പ്രസ്ഥാനത്തിനോടൊക്കെ താല്പര്യപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. ആ സജീവമായി ആ രംഗത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്താണ്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഷിയാബ് എത്തിയിട്ടുണ്ട്. നമ്മൾക്കിത് വലിയൊരു വാടക ഈ ഓഡിറ്റോറിയത്തിനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു 40-ൻ്റെയും 60-ൻ്റെയും ഇടക്ക് 60,000-ൻ്റെ ഇടക്ക് സംഖ്യ ഇവിടെ വരുന്ന ആളുകൾ എല്ലാ ആഴ്ചയായിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഇത് പൂർത്തിയായി പിരിച്ചു വിടുമ്പോൾ ഇന്നലെ ഇതിൻ്റെ സംഘാടകർ പറഞ്ഞു 1,00,000 രൂപ നമുക്ക് എന്ത് ചെയ്യും ഏകദേശം ഷോർട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇത് ഇവിടുന്ന് തികഞ്ഞില്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലുമൊക്കെ ചോദിക്കും. പക്ഷെ ഇവിടുന്ന് തികഞ്ഞില്ലെങ്കിലേ നമ്മൾ ചോദിക്കുള്ളൂ. അതുകൊണ്ട് ഈ വന്ന ഞാനടക്കല്ല നമ്മളെല്ലാവരും അവസാനത്തെ ഒരു ഞായറാഴ്ച എന്നുള്ളതിലേക്ക് എന്ത് ചെയ്യും നമ്മുടെ ബോക്സ് വരുമ്പോൾ ഇവിടെ നടന്ന എല്ലാ പരിപാടികളും റെക്കോർഡറാണ്. അതിനിയും ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കും. നമുക്ക് ഇനിയും ഇൻഷാ അല്ലാഹ് പരിപാടികളായിട്ട് മുന്നോട്ട് പോകണം. ഇപ്പോൾ ധാരാളം ബാധ്യതകൾ പല രംഗത്തുമുണ്ട്. ഇന്നത്തെ ഈ കടം 1,00,000 രൂപ ഇന്നത്തെ ഈ പരിപാടിക്കുള്ളതും അതോടൊപ്പം അതുകൊണ്ട് എന്നും കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയായി അവസാനത്തെ 10-ലെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം. ഇനി നമുക്ക് റമദാനിലെ സദഖ കൊടുക്കാൻ 1-2 ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് ഒന്ന് പൂർത്തിയാക്കത്തക്ക വിധത്തിൽ നിങ്ങൾ ഇന്ന് ഒന്ന് മനസ്സ് വെച്ച് കൊടുക്കണം. ഇനി ആരെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോയതിന് ശേഷം
നമ്മളെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, ഇത് പൂർത്തിയാക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദീർഘിച്ച് പറയുന്നില്ല. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ ദീൻ്റെ മാർഗത്തിൽ നമ്മൾ മറ്റൊന്നും പ്രതീക്ഷിക്കാത്ത ആത്മാർത്ഥമായി ചെയ്യുന്ന ഈ ദീനീ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങളും നമ്മുടെ എല്ലാ ദീനീ സ്ഥാപനങ്ങളും അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ സംഭാവനകളും എല്ലാം അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, ഈ ഒരു റമദാനിൽ ഞങ്ങൾ ചെയ്ത നോമ്പുകളും നമസ്കാരങ്ങളും എല്ലാം പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കണമെന്നാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ ആളുകൾ പ്രതീക്ഷിച്ച് വലിയ രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകൾ നമ്മളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ അതിനൊരു ഫലമുണ്ടാകുമെന്ന് ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവർത്തിച്ച് നമ്മുടെ പരിപാടികൾ നടക്കുമ്പോഴും റമദാൻ ക്ലാസ് നടക്കുമ്പോഴും ഖുത്ബ നടക്കുമ്പോഴൊക്കെ അതിന് മുമ്പ് വിളിച്ചിട്ട് ആൾക്കാർ പറയും, ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയും. വലിയ പ്രതിസന്ധി ഉള്ളവർക്കൊക്കെ ഒരു മനസ്സമാധാനമാണ്, ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ടല്ലോ, എൻ്റെ കാര്യത്തിന് പരിഹാരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പല ആളുകളും രോഗികളായിട്ടുണ്ട്, വിഷമം അനുഭവിക്കുന്നതായിട്ടുണ്ട്. അള്ളാഹുയുടെ രോഗങ്ങളെ അള്ളാഹുവിനെ സുഖപ്പെടുത്തി കൊടുക്കണമെന്ന് എല്ലാ നല്ലതായ ആഗ്രഹങ്ങളെയും ഞങ്ങൾ നീ പൂർത്തിയാക്കി തരണമേ റഹ്മാനെ. എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.